യെസ്, അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയ ബീഹാറിൽ എന്ത് നടക്കുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ വൺ സംഘം ബീഹാറിലുണ്ട്. ബീഹാറിലെ പട്നയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ചേരുന്നതാണ്. ഏതായാലും ഛഠ് പൂജ ആഘോഷങ്ങൾക്ക് പിന്നാലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുന്നുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി 2 മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനിറങ്ങി. രാഹുൽ ഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നാളെ ബീഹാറിലെത്തും. വ്യാഴാഴ്ച ബീഹാറിലെത്തുന്ന പ്രധാനമന്ത്രി വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. യെസ്, സജു തോമസ് പട്നയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. സജു, ഗുഡ് മോർണിംഗ്. സജു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പട്നയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ സജുവുമായി സംസാരിക്കുമ്പോൾ അവിടെ എന്തോ ഒരു അവധി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ അവധിയൊന്നുമില്ല. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മഹാസഖ്യത്തിന്റെ ക്യാമ്പ് വലിയ ആവേശത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രചാരണം ഏത് തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ 2 ക്യാമ്പുകളിൽ? സൈഫുദ്ദീൻ, അമൃത, ഗുഡ് മോർണിംഗ്. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ഇന്ന് പട്നയിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത് 8 ദിവസങ്ങൾ മാത്രമാണ്. അടുത്ത മാസം 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇനിയിപ്പോൾ ഇരു മുന്നണികളും ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചാരണത്തിൽ മുന്നേറാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അദ്ദേഹം എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒപ്പം മറ്റ് താരപ്രചാരകരായ 40 പേരും ഉടൻ തന്നെ ബീഹാറിലേക്ക് എത്തും. അവർ വരും ദിവസങ്ങൾ, രാഹുൽ ഗാന്ധി നാളെയാണ് എത്തുന്നത്, മറ്റു നേതാക്കൾ അടുത്തുള്ള ദിവസങ്ങളിൽ എത്തുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചാരണ രംഗം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഛഠ് പൂജയാണ്. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ ഛഠ് പൂജ. ഇന്നത്തോടു കൂടിയാണ് ഈ ഛഠ് പൂജ അവസാനിക്കുന്നത്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഈ അതായത് തെരഞ്ഞെടുപ്പിന്റെ യാതൊരു പ്രതീതിയും തലസ്ഥാനമായ പട്നയിൽ കാണുന്നില്ല. കടകളൊക്കെയും അടവാണ്, ജനങ്ങളൊക്കെയും വീടുകളിലാണ്. പാർട്ടി ഓഫീസുകൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ഒരു പാർട്ടി ഓഫീസിലും ആളോ പ്രവർത്തകരോ ഒന്നുമില്ല. പാർട്ടി ഓഫീസിലൊക്കെയും പൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ യാതൊരു തരത്തിലുള്ള ആവേശവും ഇവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രം അവശേഷിക്കെ ഇനിയിപ്പോൾ തിരക്കിട്ടുള്ള പ്രചാരണ രംഗത്തേക്ക് ഇരു മുന്നണികളും കടക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ RJDക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പ്രധാനമായിട്ടും ജംഗിൾ രാജ് ഇനിയിപ്പോൾ മടക്കി വരാൻ അല്ലെങ്കിൽ അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് തേജസ്വി യാദവ് ശ്രമിക്കുന്നത്. അത് അനുവദിച്ചുകൂടാ എന്നുള്ള വലിയ പ്രചാരണമൊക്കെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള വലിയ ആരോപണങ്ങളും തേജസ്വി ഉയർത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ബീഹാറിന് നൽകുന്ന പോലുള്ള സഹായങ്ങൾ എന്തുകൊണ്ട് ബീഹാറിന് അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിന് നൽകുന്ന പോലുള്ള സഹായങ്ങൾ എന്തുകൊണ്ട് ബീഹാറിന് നൽകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഉയർത്തി. അതോടൊപ്പം തന്നെ സീമാഞ്ചൽ മേഖലയിൽ പ്രചാരണം നടത്തിയ തേജസ്വി പറഞ്ഞത് വഖഫ് ഭേദഗതി ബിൽ അത് അദ്ദേഹം ചവിട്ടുകൊട്ടയിലേക്ക് എറിയുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവസാന ഘട്ടത്തിൽ എല്ലാ നേതാക്കളും വീടുകൾ കയറിയുള്ള പ്രചാരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പട്നയിൽ തന്നെ ഏകദേശം 12 മണ്ഡലങ്ങളാണുള്ളത്. ഈ മണ്ഡലങ്ങളിലൊക്കെയും ഇനിയിപ്പോൾ ദേശീയ നേതാക്കൾ എത്തുകയാണ്. അത്തരത്തിൽ വലിയ ഒരു പ്രചാരണ കോളിളക്കത്തിലേക്ക് ബീഹാർ കടക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നലെ നമ്മോട് പ്രതികരിച്ച ദീപാങ്കർ ഭട്ടാചാര്യ ഒക്കെ വ്യക്തമാക്കിയത് 143-ലധികം സീറ്റുകളോടുകൂടി മഹാസഖ്യം അധികാരത്തിലേറും. ആ ഒരു ആത്മവിശ്വാസമാണ് നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നേതാക്കളുടെ ആത്മവിശ്വാസം അത് എത്ര കണ്ട് വർദ്ധിക്കുന്നു എന്നത് വേണം നമ്മളിനി കണ്ടറിയാൻ. ബീഹാറിൽ ഏതു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് നടത്തേണ്ടതെന്നുള്ള ആലോചനയൊക്കെയും ആദ്യഘട്ടത്തിലുണ്ടായത്. പ്രത്യേകിച്ച് 20 വർഷമായിട്ട് നിതീഷ് കുമാർ സർക്കാർ ഭരിക്കുകയാണ്. ഈ 2 പതിറ്റാണ്ടായിട്ടുള്ള ഇവിടെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് തൊഴിലില്ലായ്മയുണ്ട്. 3 കോടിയിലധികം ജനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കുടിയേറി തൊഴിലിനായി പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണമുണ്ട്, SIR ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളൊക്കെയും അടുത്തട്ടിൽ വലിയ രീതിയിൽ നടക്കുകയാണ്. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചോ എന്നുള്ളത് ഈ 6-ാം തീയതിയോടുകൂടി വ്യക്തമാവും. പ്രത്യേകിച്ച് വോട്ടർമാർ, ഒരു പറ്റം വോട്ടർമാർ എന്തായാലും ഈ വോട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അതെന്തായാലും മഹാസഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ വന്ന് പ്രചാരണംഗം കയ്യിലെടുക്കാൻ ഒതുങ്ങുകയാണ്. ശരി സജു. ഇപ്പോൾ സജു പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ്